നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിൽ ഏതായാലും വീണ്ടും ഒരു സമാധാനത്തിന്റെ വെള്ളക്കൊടി പാറുകയാണ്. കഴിഞ്ഞ ദിവസം ട്രംപും നെതന്യാഹുവും തമ്മിൽ നടത്തിയിട്ടുള്ള ചർച്ചയിൽ ഒരു സമാധാന പദ്ധതിയാണ് ട്രംപ് മുൻപോട്ട് വെച്ചിരിക്കുന്നത്. അത് നെതന്യാഹു അത് അംഗീകരിക്കുമോ, അതിന് ഒരു യെസ് മൂളുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത് അംഗീകരിച്ചിട്ടുണ്ട്. ഏതായാലും 20 പദ്ധതികളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഗാസയിൽ വരുത്തി തീർക്കുക, അതിനുശേഷം ഒരു സമാധാനത്തിന്റെ പാതയിലൂടെ വീണ്ടും ആ ഒരു മിഡിൽ ഈസ്റ്റ് ഭാഗം പോകുമെന്ന് തന്നെയാണ് എല്ലാവരും ഏറെ പ്രതീക്ഷിക്കുന്നത്. അതെ, അങ്ങനെ പ്രതീക്ഷയാണല്ലോ ജീവിതത്തിൻ്റെ ഓരോ വഴിയുടെയും ഒരു വിശ്വാസമാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. കൃഷ്ണേന്ദു, ഇതിൽ നമുക്കറിയാം ഏകദേശം 2 വർഷം ആകുന്നു. ഒക്ടോബർ 7 എന്ന് പറയുന്ന ഒരുപക്ഷെ ഇസ്രായേലിന് നിർണായകമായിട്ടുള്ളൊരു ദിവസമാണ്. ഒക്ടോബർ 7 കാത്തിരിക്കുകയാണ് ഇസ്രായേൽ. ഒരുപക്ഷെ അതിനു മുന്നേ നമുക്കറിയാം ഐക്യരാഷ്ട്രസഭയിൽ നെതന്യാഹു ഒറ്റപ്പെടുന്ന ഒരു സംഭവം. നിരവധി രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇറങ്ങിപ്പോകുന്നു, കൂക്കി വിളിക്കുന്നു. അവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നെതന്യാഹുവിനെതിരെയുള്ള കൂക്കി വിളിത്തമാണെങ്കിലും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഒറ്റപ്പെടുന്ന ഒരു സംഭവം നമ്മൾ കാണുകയുണ്ടായി. അതിനുശേഷമാണ് വൈറ്റ് ഹൗസിലെ നിർണായകമായിട്ടുള്ള ചർച്ചകൾ. ഒരുപക്ഷെ നിർണായകമായിട്ടുള്ള ചർച്ച ഈ ഒരു കാര്യത്തിൽ എപ്പോഴും നമ്മൾ ട്രംപിനെ ഒരു ജോക്കറായിട്ടും ഒരു മാനസിക രോഗിയായിട്ട് വിവിധ തലങ്ങളിൽ നമ്മളൊക്കെ വർണ്ണിക്കാറുണ്ട്. പക്ഷേ ഒരു 20 പദ്ധതി എന്നുള്ള രീതിയിൽ ഇസ്രായേലിൻ്റെ മുന്നിൽ, ഈ ലോകരാജ്യങ്ങളുടെ മുന്നിൽ ട്രംപ് അത് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ബുദ്ധിയുള്ള, കൂർമ്മതയുള്ള നല്ലൊരു നേതാവ് ചെയ്ത ആ 20 പദ്ധതികൾ തന്നെയാണ്. ഒരാൾക്ക് പോലും അതിൽ നോ പറയാനില്ല, ഒരെണ്ണത്തിൽ പോലും നോ പറയാനില്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ നെതന്യാഹു ട്രംപിൻ്റെ പദ്ധതി എന്ത് തന്നെയാണെങ്കിലും അത് അംഗീകരിച്ചത്. അത് നെതന്യാഹു മാത്രമല്ല, അറബ് രാജ്യങ്ങൾ അംഗീകരിച്ചു, യൂറോപ്യൻ രാജ്യങ്ങൾ അംഗീകരിച്ചു. ഇപ്പോൾ പന്ത് നെതന്യാഹുവിൻ്റെ കയ്യിൽ വന്ന് കിടക്കുകയാണ്. ഇനി ഈ പന്ത് അടുത്തത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഹമാസിന്. 72 മണിക്കൂറാണ് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. 72 മണിക്കൂറിനകത്ത് ഹമാസ് ബന്ദികളെ മുഴുവനും മോചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു അംഗീകാരം, അതായത് ട്രംപ് പറഞ്ഞിട്ടുള്ള ഈ പദ്ധതിയുമായി യോജിച്ച് ഹമാസിന് പോകേണ്ടതായിട്ടുണ്ട്. ഒരു രാജ്യം പോലും ഇതിൽ നിന്ന് പിന്നോട്ടില്ല. ഒരാൾ പോലും, ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധി പോലും ഇത് ഇത്തരത്തിൽ വേണ്ട എന്നുള്ളൊരു ചർച്ചയിലേക്ക് വന്നിട്ടില്ല, അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ. ഇതിനിടയ്ക്ക് മറ്റൊരു നാടകീയ സംഭവം ഉണ്ടായി. അതായത് ഈ ഒരു ചർച്ചയ്ക്ക് വരുന്നതിന് മുൻപേ തന്നെ ട്രംപും നെതന്യാഹു സംസാരിച്ചിരുന്നു. അതിന് മുൻപേ ഖത്തറിലെ അൽത്താനിയുമായിട്ട് നെതന്യാഹു സംസാരിക്കുകയും മാപ്പ് പറയുകയും ചെയ്തു. ഒരിക്കൽ അൽത്താനി പറഞ്ഞിരുന്നു മാപ്പ് പറയണം ഇസ്രായേൽ എന്നുള്ളത്. അത് ഇസ്രായേൽ നടത്തിയിരിക്കുകയാണ്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഖത്തറിന് മാത്രമേ ഹമാസുമായിട്ടൊരു ചർച്ചയ്ക്ക് സാധ്യമാവത്തുള്ളൂ. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. പക്ഷെ അവരുടെ താവളത്തിൽ പോയി ഇസ്രായേൽ ഇട്ട, അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസിലെ മുതിർന്ന നേതാക്കളെ കൊലപ്പെടുത്താനിട്ട ആ ഒരു ബോംബ് ഒരു പക്ഷേ ഖത്തറിന് വല്ലാത്ത ഒരു സങ്കുചിതമായിട്ടുണ്ട്. അതായത് മറ്റുള്ള അറബ് രാജ്യങ്ങളുടെ മുന്നിൽ ഖത്തർ ഇളിഫ്യരായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിപ്പോൾ മാറിക്കിട്ടിയിരിക്കുന്നു. ഇസ്രായേൽ ഒരു മാപ്പ് കൊടുത്തതോടുകൂടി, അത് ലോകരാജ്യങ്ങൾ അറിഞ്ഞതോടുകൂടി അറബ് രാജ്യങ്ങളുടെ മുന്നിൽ തലകുനിക്കേണ്ടുന്ന അവസ്ഥ ഖത്തർ അൽത്താനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു മാപ്പ് പറച്ചിൽ ഒരു തന്ത്രമുണ്ട്. അൽത്താനി വഴി ഹമാസുമായിട്ട് ഇനിയൊരു ചർച്ചയാണ് ട്രംപ് ഉദ്ദേശിച്ചിരുന്നത്. അതിനു മുന്നേ ഇസ്രായേലിൻ്റെ മുന്നിൽ താൻ തയ്യാറാക്കിയ 20 പദ്ധതികൾ, 20 എന്തൊക്കെയാണ് ഗാസയുമായിട്ടുള്ള കാര്യത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള 20 കാര്യങ്ങൾ നെതന്യാഹുവിൻ്റെ മുമ്പിൽ അറിയിക്കുന്നു. നെതന്യാഹു അത് അംഗീകരിക്കുന്നു. ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നെതന്യാഹു അറിയുന്നു. ഇനി ഹമാസിന് 72 മണിക്കൂർ, ഏകദേശം 3 ദിവസം കൊടുത്തിരിക്കുകയാണ്. ഈ 3 ദിവസം ഒരു നിർണായകമായിട്ടുള്ള ദിവസങ്ങളാണ്. ഒരുപക്ഷെ ഹമാസ് ഇത് അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ട്രംപിൻ്റെ സഹായത്തോടെ, ലോകരാജ്യങ്ങളുടെ മൗന അനുവാദത്തോടുകൂടി ഹമാസിനെ പൂർണ്ണമായിട്ടും നിലം പരിശാക്കും. ഇനി അവിടെ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇസ്രായേൽ അതിനുള്ള ഒരുക്കത്തിൽ കൂടിയാണ്. കാരണം ഹമാസ് ഇതിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളതാണ് നിലവിലുള്ള വിപ്പ്. പക്ഷേ എന്നിരുന്നാലും ചിലപ്പോൾ ഇതിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുണ്ട്. അതിന് ചില കാര്യങ്ങളുണ്ട്. കാരണം ഗാസയിൽ നിന്ന് ബന്ദികളെ മോചിപ്പിക്കാൻ ഉള്ള തീരുമാനം ഒരുപക്ഷെ ഹമാസ് അംഗീകരിക്കും. അങ്ങനെയാണെങ്കിൽ 1950ഓളം 2000ഓളം അടുപ്പിച്ച് പലസ്തീൻ ഗാസയിലെ ജനങ്ങൾ ഇസ്രായേൽ ബന്ദികളായിട്ടുണ്ട്. അപ്പോൾ അവരെ മോചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു 1:5 അങ്ങനെയാണ്, 1:20. കാരണം അതായത് ഒരു ബന്ദിക്ക് 20 പലസ്തീൻകാരെ ഇങ്ങോട്ട് വിട്ടയക്കണം.
ഈ ഒരു തീർപ്പിൽ ഇരു രാജ്യങ്ങളും ഒരുപക്ഷെ കരാർ ഒപ്പുവയ്ക്കും. അപ്പോൾ വെടിനിർത്തലുണ്ടാവും. പക്ഷെ മറ്റു ചില നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഹമാസ് ഗാസ മുൻപ് വിട്ടുപോകണം, ഹമാസ് തോൽവി സമ്മതിച്ച് മുട്ടുമടക്കണം എന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഹമാസിന്റെ കീഴടങ്ങലാണ് ആവശ്യപ്പെടുന്നത് ലോകരാജ്യങ്ങൾ. ട്രംപ്, അമേരിക്ക, ഇസ്രായേൽ ഒക്കെ ഒരുപക്ഷെ ഹമാസിന്റെ കീഴടങ്ങൽ. അതിൽ എത്രമാത്രം ഹമാസ് നിൽക്കും എന്നുള്ളതാണ് സംശയത്തിൽ നിൽക്കുന്നത്. പിന്നെ മറ്റുള്ള കാര്യം, ഇനി ഹമാസ് ഗാസ ഭരിക്കരുത്, ഭരണത്തിൽ നിന്ന് പിന്മാറുക, മുട്ടുമടക്കുക, ഹമാസിന് വേണമെങ്കിൽ ഹമാസിനെ സ്വീകരിക്കുന്ന മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് പലായനം ചെയ്യാം. അത് സ്വാതന്ത്ര്യത്തോടെ ഇവർ തന്നെ അത് വിടും, അതിനുള്ള സുരക്ഷിതമായിട്ടുള്ള പാതയൊരുക്കും. അപ്പൊ ഇത്തരത്തിൽ ഉള്ള ചില കാര്യങ്ങൾ ഹമാസിന്റെ മുന്നിൽ വെക്കുമോ? ഹമാസ് ഗാസ മുൻപ് വിടുമോ? ഹമാസ് ഭരണത്തിൽ നിന്ന് പിന്മാറുമോ? ഹമാസ് മുട്ടുമടക്കുമോ? ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നീക്കുപോക്കുണ്ട്. ഹമാസ് എപ്പോഴും പറയുന്നതാണ് അവസാനത്തെ ജീവൻ ബലി കൊടുത്താലും ഞങ്ങൾ നിൽക്കുമെന്നുള്ളത്. ഏകദേശം മൊസാദിന്റെയൊക്കെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് 3000 ഹമാസ് തീവ്രവാദികളെ ഇനി നിലവിൽ ഗാസയിൽ ഉള്ളൂ എന്നുള്ളതായിരുന്നു കണക്കുകൂട്ടിയിരുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം ഞെട്ടിക്കുന്നതായിരുന്നു. ഏകദേശം 10,000-ത്തിലധികം ഹമാസ് തീവ്രവാദികളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. അതെങ്ങനെ കൂടി എന്നുള്ളത് നമുക്കറിയാം. ഗാസയിലെ ഒരു ആക്രമണത്തിൽ നിരവധി പേരെ നഷ്ടപ്പെട്ടവർ അവരുടെ വികാരം മുതലെടുത്തുകൊണ്ട് ഒരുപക്ഷെ ഹമാസിൻ്റെ സംഘത്തിലേക്ക് ചേർത്തിട്ടുണ്ടായിരിക്കാം, ഭീഷണിപ്പെടുത്തി ചേർത്തിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടുത്തെ ഈ പറഞ്ഞ 2 വർഗവിഭാഗം ഇത് ഹമാസിലോട്ട് ചേരുന്നു, ഹമാസിനെ അനുകൂലിക്കുന്നു എന്നുള്ളൊരു ഒരു സന്ദേശം വന്നു. അത് വലിയ ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. കാരണം ഹമാസിനെ അനുകൂലിക്കുന്നവർ വീണ്ടും കൂടിക്കൊണ്ടുവരുന്നത്. നമ്മൾ ഈ ഭീകരവാദത്തെ എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും അത് കൂൺ പോലെ മുളച്ചു വരും. അപ്പോൾ ഇവിടെ ഇസ്രായേലിന് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാണ്ടാക്കണം. ഒരുപക്ഷെ ട്രംപും അത് ആഗ്രഹിക്കുന്നുണ്ട്. ഗാസ മുനമ്പിൻ്റെ ഒരു ഭാഗം ഒരുപക്ഷെ ഇസ്രായേൽ പിടിച്ചെടുക്കും. ഇത്രമാത്രം അതിർത്തി പങ്കിട്ടുകൊണ്ട് കുറച്ചു ഭാഗം വിട്ടുകൊടുക്കും. പലസ്തീൻ സ്വതന്ത്ര രാജ്യം എന്നുള്ളത് വിദൂരമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അത് പക്ഷെ അതിൻ്റെ അവസാനത്തെ ഒരു ഘട്ടത്തിൽ അത് പറയുന്നുണ്ട്. സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ ശാന്തിയുടെ അല്ലെങ്കിൽ പലസ്തീൻ രാഷ്ട്രമാകേണ്ടുന്ന ഒരു സന്ദർഭത്തിൽ അതങ്ങനെ ആകും എന്നുള്ളൊരു ഖണ്ഡം കൂടി ഈ ഒരു 20 പദ്ധതിയിൽ അവസാനം ഉൾപ്പെടുത്തുന്നുണ്ട്. അതിനു മുമ്പിൽ നിരവധി പദ്ധതികൾ ഗാസയുടെ പുനർജീവനം ഉൾപ്പെടെയുള്ള അവിടുത്തെ സഹായം എത്തിക്കേണ്ടുന്ന UN റെഡ് ക്രസ്റ്റ് എന്ന് പറയുന്ന സഹായ വിതരണം ഏജൻസികൾ വഴി ഗാസയിൽ എത്തുമെന്നുള്ളതും, ഗാസയിൽ നിരവധി പേർക്ക് തൊഴിൽ വാഗ്ദാനം, അതേപോലെ നിരവധി കമ്പനികളുടെ ഉത്ഭവം, ഇതൊക്കെ നിരവധി കാര്യങ്ങൾ ട്രംപ് മുന്നോട്ട് വെക്കുമ്പോൾ ഒരുപക്ഷെ ഗാസ എന്ന് പറയുന്ന പുതിയൊരു നാടിൻ്റെ ഒരു അതിജീവനം കൂടിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അതൊക്കെ നല്ലതാണ്, അതൊക്കെ ഒരുപക്ഷെ ആഗ്രഹിക്കും. പക്ഷെ അവിടെ ഗാസയെ ട്രംപ് ഉൾപ്പെടെയുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള നിരവധി അറബ് രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി ഗാസയെ പുനർജീവിപ്പിക്കാനുള്ള പദ്ധതി നേരിടുമ്പോൾ തന്നെ അവിടെ ഹമാസ് ഒരു വിലങ്ങുതടിയാണ്. കാരണം ഹമാസ് എത്രമാത്രം ഗാസയെ വിട്ടുകൊടുക്കും എന്നുള്ളത് അന്യമായി നിൽക്കുന്നത്. ഒരുപക്ഷെ പലസ്തീൻ ജനത ഇതിനനുകൂലിച്ചിരിക്കാം, പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കാം. കാരണം പലസ്തീൻ ജനം മുഴുവനും ആഗ്രഹിക്കുന്നുണ്ട് അവിടുത്തെ ഒരു മോചനം, ഹമാസിൽ നിന്നൊരു മോചനം. പക്ഷേ ഇതിനകത്ത് ഹമാസിൻ്റെ അനുകൂലിക്കുന്ന വ്യക്തികൾ എത്രത്തോളമാണ് ഇതിനെ പ്രതിരോധിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ 3 ദിവസം വളരെ നിർണായകമാണ്. ഹമാസ് ഈ 20 പദ്ധതികളും അംഗീകരിച്ചാൽ മാത്രമേ ഇസ്രായേൽ ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ. ഇനി നമുക്ക് പറയാനുള്ള UN-ൽ ഒരുപക്ഷെ പ്രതിനിധികൾ, നെതന്യാഹുവിനെ കൂകി വിളിച്ച പ്രതിനിധികൾ ഇപ്പോൾ കൈയടിക്കുന്നുണ്ട്. കാരണം നെതന്യാഹു ഇത് അംഗീകരിച്ചതുകൊണ്ട്. ഇസ്രായേലിൻ്റെ നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ചെറിയൊരു രാഷ്ട്രമാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിൻ്റെ സാങ്കേതിക മികവുകൾ അല്ലെ അവിടുത്തെ ജനതയുടെ ഒരു പ്രത്യേക ബുദ്ധി എന്ന് പറയുന്നത് എപ്പോഴും അംഗീകരിക്കപ്പെടേണ്ടുന്ന ഒന്നാണ്. ഒരുപക്ഷെ അമേരിക്കയുടെ ബുദ്ധി കേന്ദ്രങ്ങളിലെ സ്ഥിരാകേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ഇസ്രായേലിൽ നിന്ന് വന്നിട്ടുള്ള അവരുടെ മാനവികമായിട്ടുള്ള ശേഷി കൊണ്ടാണ്. അതായത് അവരുടെ ബുദ്ധിയാണ്, അവരുടെ നയതന്ത്ര സാങ്കേതിക വിദ്യകളിൽ ഇസ്രായേലികൾ എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിയുള്ളവരാണ്. അപ്പോൾ ആ ഒരു ചെറു രാജ്യം ഇത്രത്തോളം 6 രാജ്യങ്ങളുമായിട്ടുമാണ് കഴിഞ്ഞ ഈ ഒരു 2-3 വർഷമായിട്ട് യുദ്ധം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രത്തോളം പ്രതിരോധിച്ച് ആ കുഞ്ഞു രാഷ്ട്രം നിൽക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ നിലനിൽപ്പാണ്. ഒരു ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ നിലനിൽപ്പാണ്. നമ്മളിവിടെ കണ്ടതാണ് പഹൽഗാം ആക്രമണം.
അല്ലേ? തിരിച്ച് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ചെയ്തു. തിരിച്ച് ഇങ്ങോട്ട് വീണ്ടും ആക്രമിച്ചിരുന്ന ഈ യുദ്ധം വലിയ യുദ്ധമായിട്ട് നിന്നേനെ. കാരണം നമുക്കവിടെ തടുത്തേ പറ്റൂ, നമ്മളിലേക്ക് തീവ്രവാദികൾ വരാതിരിക്കാൻ നമ്മൾ തടുത്തേ പറ്റൂ. അത് ഏതൊരു രാജ്യം ചെയ്യുന്നതാണ്. ഒരു പക്ഷേ ഇസ്രായേലിൻ്റെ നേരെ ഒക്ടോബർ 7 എന്നുള്ളൊരു ദിവസം ഹമാസ് നടത്തിയ ഭീകരമായിട്ടുള്ള ആക്രമണം, നിരവധി പേരെ ബന്ദികളാക്കിക്കൊണ്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണം ഒരു പക്ഷേ ഇസ്രായേൽ എന്ന കുഞ്ഞു രാഷ്ട്രത്തെ തളർത്തിയിട്ടുണ്ട്. അതിന് പ്രത്യാഘാതമായിട്ട് ഈ പറഞ്ഞ ഹമാസിനെ പൂർണ്ണമായി ചുട്ടരിക്കുക എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ ആവശ്യം. ഇപ്പോഴും അത് തന്നെ. ഇനിയും ഹമാസ് എന്ന ഭീകര സംഘടനയെ തീർക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. അത് തീർക്കും വരെ അവർ ഇത്തരത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അത് ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ്. ഈ കൂണ് പോലെ വീണ്ടും ഹമാസ് പൊന്തി വന്നാൽ അവർക്കെന്നും അതൊരു ഇത് തന്നെയായിട്ട് നിൽക്കും. കാരണം ഒരിക്കലും പിന്നെ ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഇത്തരത്തിൽ പ്രതിരോധിക്കുക. അത് ഒരുപക്ഷെ ട്രംപിനെ അറിയാം. ട്രംപ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടുകൾ വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു നിലപാടാണ്. ഒരുപക്ഷെ ഇതിനു മുന്നേ ഒന്നും ട്രംപ് ഇത്രത്തോളം ഇത്രയും ബുദ്ധിപരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇത് എന്തുകൊണ്ടും എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന നിരവധി പദ്ധതികളാണ്. അതിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കാം. ഗാസയിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായും ഒഴിവാക്കുക, ബന്ദികളുടെ മോചനം, അല്ലേ? ഗാസയിൽ നിന്നും ഇസ്രായേലിൻ്റെ പിന്മാറ്റം. അപ്പം ഈ ബന്ദികളുടെ മോചനം കഴിയുന്നതോടുകൂടി, ഹമാസ് മുട്ടുമടക്കുന്നതോടുകൂടി കുറേശ്ശെയായിട്ട് ഇസ്രായേൽ സേനയെ പിൻവലിക്കും. അത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും പിൻവലിക്കുന്നത്. പക്ഷെ എന്നാലും ഒരതിർത്തി ഗാസ മുൻപ് പൂർണ്ണമായും വിട്ടുകൊടുക്കത്തില്ല. ഒരു ഇത്ര സ്ക്വയർ ഫീറ്റ് ദൂരത്ത് നിന്നുകൊണ്ട് അവരൊരു കവചം തീർത്തിരിക്കും. മാത്രമല്ല ഫലസ്തീൻ പ്രദേശങ്ങൾ താൽക്കാലികമായിട്ട് ഭരിക്കുന്നതിന് വേണ്ടി ഒരു നോൺ പൊളിറ്റിക്കൽ സമിതിയുടെ രൂപീകരണമാണ്. അതിന് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുണ്ട്. അദ്ദേഹമായിരിക്കും അതിൻ്റെ നേതൃത്വം. പക്ഷേ അവിടെയും ട്രംപിൻ്റെ വലിയൊരു അധ്യക്ഷ സ്ഥാനം അവിടെ ട്രംപ് പറയുന്നുണ്ട്. പിന്നെ ഗാസയ്ക്ക് മാനുഷിക സഹായത്തിനുള്ള പദ്ധതി ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളാണ് നടത്തുന്നത്, അല്ലേ? ഇത്തരത്തിലുള്ള 20 പദ്ധതികളാണ്. ഇത് എന്തുകൊണ്ട് നമുക്ക് ഒക്കെ കൈയടിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇത് ഹമാസ് എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതാണ്. ഹമാസ് എത്തരത്തിലാണ് ഇതിനെ അംഗീകരിക്കുന്നത് എന്നുള്ളതാണ്. ഹമാസ് ഇപ്പോൾ ക്ഷീണിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആയുധങ്ങൾ എത്തിക്കാനുള്ള യാതൊരു വകുപ്പും ഇല്ല. ഒരു പക്ഷേ ഇത് അംഗീകരിക്കേണ്ടതായിട്ട് വരും എന്നാണ് ചില സൂചനകൾ വരുന്നത്. കാരണം ഹമാസിനെ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ ഹമാസിന് നിലനിൽക്കാൻ പറ്റില്ല. കാരണം നേരത്തെയൊക്കെ ആയുധങ്ങൾ അറബ് രാജ്യങ്ങൾ, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ വഴി എങ്ങനെയെങ്കിലുമൊക്കെ എത്തിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അവർക്ക് ആയുധങ്ങളോ അതിനുള്ള സംഗതികളോ കിട്ടുന്നില്ല. ഒപ്പം തന്നെ ഗാസയിലുള്ള പലസ്തീൻ ജനത തന്നെ ഈ പറഞ്ഞോണം ഹമാസിന് എതിരായിട്ടാണ് വരുന്നത്. അപ്പോൾ എത്തരത്തിൽ അവർക്ക് ഇനി പ്രയോഗിച്ച് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. തൽക്കാലത്തേക്ക് എങ്കിലും മുട്ടുമടക്കും. പക്ഷെ മുട്ടുമടക്കിയാലും ഇവരെ അത്തരത്തിലൊന്നും ഈ പറഞ്ഞോണം എന്നും ഭീകരവാദികൾ ഇവരെ അത്തരത്തിൽ അങ്ങ് വിട്ടുകൊടുക്കാനൊന്നും ട്രംപോ അമേരിക്ക ഉൾപ്പെടെയുള്ള ഈ ആരും തയ്യാറാകില്ല. ഇസ്രായേലിൻ്റെ തന്നെ അല്ലെങ്കിൽ അമേരിക്കയുടെ തന്നെ ചില സേനകൾ, IDF പോലുള്ള ചില സേനകൾ അവിടെ താവളമടിക്കും. അവിടെ നിന്നുകൊണ്ടായിരിക്കും ഗാസയുടെ ഒരു പുനർജീവനം നടത്തുന്നത്. തീർച്ചയായിട്ടും ഇതിനിടയിൽ വല്ല അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഇവർ കാണിക്കാൻ ശ്രമിച്ചാൽ അവരെ അപ്പോഴേ കുഴിച്ചു മൂടുക തന്നെ ചെയ്യും. ഒരു പക്ഷേ എന്തുകൊണ്ടും നല്ലതാണ്. ഇനി അതല്ല, ഹമാസ് യാതൊരു തരത്തിലും അംഗീകരിക്കില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം 22ഓളം ബന്ദികളും കണ്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ഹമാസിന്റെ കയ്യിൽ എത്രയാ? 40ഓളം ആൾക്കാരുണ്ട്. അതിൽ 20ഓളം ആൾക്കാർ മരിച്ചു എന്നാണ് പറയുന്നത്. 2 പേരുടെ അവസ്ഥ അറിയില്ല. ഇപ്പൊ വീണ്ടും 20 പേരുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ 20 പേരുടെ ജീവൻ പോയാലും വേണ്ടിയല്ല ഹമാസിനെ നിലംപരിച്ചേക്കുക. അങ്ങനെ ഇസ്രായേൽ നെതന്യാഹു ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നാണ് സൂചനകൾ വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തൻ്റെ ബന്ദികളായിട്ട് വെച്ച് നിൽക്കുന്ന തൻ്റെ ജനങ്ങളെ പോലും മറന്നുകൊണ്ട് ഹമാസിനെ നിലംപരിച്ചു വെക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന യുദ്ധക്കറയല്ല, അല്ലെങ്കിൽ രക്തച്ചൊരിച്ചിലല്ല ഉണ്ടാകുന്നത്. വളരെ ഭീകരമായിട്ട് നമുക്കത് കാണേണ്ടി വരും. ഒരു പക്ഷേ ഇനി ഒരു അറബ് രാജ്യത്തിനോ യൂറോപ്യൻ രാജ്യങ്ങളോ ഒരിക്കലും ഹമാസിനെ പിന്തുണയ്ക്കുകയുമില്ല. കാരണം ഇസ്രായേലിന് അത് ചെയ്യാനുള്ള വകുപ്പുണ്ട്. കാരണം ഇത്രയും അവർ രമ്യതയിൽ എത്താൻ വന്നപ്പോഴും ഹമാസ് അതിനെ അനുകൂലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു രക്തച്ചൊരിച്ചിലുണ്ടാകും. ഹമാസിനെ നിലംപരിച്ചാക്കിയിട്ട് മാത്രമേ ഇനി ഇസ്രായേൽ അടങ്ങൂ. അതിനൊപ്പം ട്രംപ് ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ അതിന് പിന്തുണയും വരും. അതുകൊണ്ട് ഹമാസ് സൂക്ഷിച്ചു കണ്ടേ ഇനി കളിക്കട്ടെ. ഏതായാലും യുദ്ധം ഒരു കാലത്തും ആരും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ 2 വിഭാഗങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഇപ്പോഴും അവിടെ ബലിയാടാകുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തന്നെയാണ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നിരവധി സ്ത്രീകളും കുട്ടികളും ഗർഭിണികളൊക്കെ തന്നെ ഇതിനോടകം മരിച്ചു കഴിഞ്ഞു. ഏതായാലും 2023 ഒക്ടോബർ 7 തുടങ്ങിയിട്ടുള്ള ഈ ഒരു യുദ്ധം 2025 ഒക്ടോബർ 7 ആവാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. അതിനിടയിൽ ഒരു സമാധാനവും ശാന്തിയും വീണ്ടും ഈ ലോകത്തുണ്ടാകട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം.